സി മുകുന്ദൻ MLAക്ക് MA യൂസഫ് അലിയുടെ സഹായ വാഗ്ദാനം. MLA നേരിടുന്ന ജപ്തി ഭീഷണി മറികടക്കാൻ സഹായം നൽകും. യൂസഫ് അലിയുടെ PA വിളിച്ച് സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചതായി സി മുകുന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരിഹാരം പാർട്ടി പറഞ്ഞല്ലോ. അത് മാത്രമല്ല, യൂസഫ് അലി മറ്റേ PA വിളിച്ചിരുന്നു. അപ്പൊ അവരെ തന്നെ ഏർപ്പാട് യൂസഫ് അലിയായിട്ട് സംസാരിച്ചതിന്റെ ഏർപ്പാട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മുടേതായത് വെച്ചിട്ട് രോഗം മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇപ്പോ അതേസമയം സി മുകുന്ദനെ പാർട്ടി കൈവിടില്ലെന്നും സംരക്ഷണം ഒരുക്കുമെന്നും CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതറിഞ്ഞ് ഞങ്ങൾ ചെന്നിരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കടബാധ്യതയുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പാർട്ടിക്കകത്ത് കൂടിയാലോചിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണവും സഹായവും നൽകുമെന്ന് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അവിടെ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. ലെവിൻ K. വിജയൻ കൂടുതൽ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ലെവിൻ, സി മുകുന്ദനെ പാർട്ടി കൈവിടില്ല എന്നതടക്കം പറഞ്ഞു. ഇന്ന് മന്ത്രി K. രാജൻ അവിടെ നേരിട്ട് സന്ദർശനം നടത്തി കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ യൂസഫ് അലിയുടെ സഹായം വരികയാണ്. അതിനോട് പാർട്ടിയുടെ പ്രതികരണം, അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ ഏത് തരത്തിലാണ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുള്ളത്? യൂസഫ് അലി സി മുകുന്ദനെ സഹായിക്കാമെന്ന് അറിയിച്ച കാര്യം, അല്ലെങ്കിൽ സഹായ വാഗ്ദാനം നൽകിയ കാര്യം CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അറിവോടുകൂടിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. അവരിതുവരെയും അക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല. സി മുകുന്ദൻ MLA തന്നെയാണ് നമ്മളോട് ഇക്കാര്യം പങ്കുവച്ചത്. ഇന്ന് രാവിലെ മന്ത്രിമാരുടെ സന്ദർശനം നടത്തി. മന്ത്രി K. രാജനും മുൻ മന്ത്രി VS സുനിൽകുമാറും അടക്കമുള്ള ആളുകൾ സന്ദർശനം നടത്തി മടങ്ങിയതിന് ശേഷമാണ് ഈ പ്രമുഖ വ്യവസായിയായിട്ടുള്ള MA യൂസഫ് അലി അദ്ദേഹവുമായി സംസാരിച്ചത്. ഈ യൂസഫ് അലിയുടെ PA ആണ് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും കടബാധ്യത അടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തത്. അത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള ഉറപ്പും സഹായ വാഗ്ദാനവും യൂസഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മുകുന്ദൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി മുകുന്ദൻ തനിക്ക് ജപ്തി ഭീഷണി ഉണ്ട്, അതാണ് തൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് ന്യൂസ് മലയാളത്തോടു കൂടാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് CPIയുടെ ജില്ലാ സമ്മേളനം നടക്കുന്ന വഴിയിൽ അവിടെ നിന്നും അദ്ദേഹം പ്രതിഷേധ സൂചകമായി ചില പരാതികൾ ഉന്നയിച്ച് ഇറങ്ങിപ്പോവുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് തുടർന്ന് നടത്തിയ പ്രതികരണത്തോടാണ് അദ്ദേഹം ആദ്യമായി തനിക്ക് ജപ്തി ഭീഷണിയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോഴാണ് MLAയുടെ ഇത്രയേറെ കടബാധ്യതയിലാണ്, വീടും സ്ഥലവും ജപ്തി ചെയ്യും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത്. അതുതന്നെയാണ് ഇന്ന് മന്ത്രിമാരടക്കമുള്ള ആളുകൾ സന്ദർശിച്ചപ്പോഴും അതോടൊപ്പം CPIയുടെ ജില്ലാ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ സ്വകാര്യ ദുഃഖങ്ങൾ അദ്ദേഹം ആരുമായും പങ്കുവച്ചിരുന്നില്ല. ഇപ്പോഴാണ് വാർത്തകളിലൂടെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അദ്ദേഹത്തെ കൈവിടാൻ പാർട്ടി ഒരുക്കമല്ല, പൂർണ്ണമായും സംരക്ഷണം നൽകും. സാമ്പത്തിക കാര്യങ്ങളിലടക്കം പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല സി മുകുന്ദൻ്റെ കാലിനാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച VS അച്യുതാനന്ദനെ മുൻ മുഖ്യമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴി സ്വന്തം വീട്ടിൽ അദ്ദേഹം തെന്നി വീഴുകയായിരുന്നു. ഓടുമേഞ്ഞ വീടാണ്. മുൻവശം കോൺക്രീറ്റ് ചെയ്തതും പിറകുവശം കോൺക്രീറ്റ് ചെയ്തതും വീടിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഓടുമേഞ്ഞ വീടാണ്. ഇവിടെ ചോർച്ചയുണ്ടായി. വീട്ടിൽ തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടിയാണ് അദ്ദേഹം തെന്നി വീണത്. കാലിൻ്റെ ലിഗ്മെൻറ്റിനടക്കം പരിക്കുകളുണ്ട്. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് MLAയോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിനും ലഭ്യമാക്കുന്നതിനുമായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ചികിത്സ മാറ്റാനുള്ള നിർദ്ദേശം അദ്ദേഹത്തോട് നൽകിയതായും സി മുകുന്ദനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് CPIയുടെ ജില്ലാ സെക്രട്ടറിയായ KG ശിവാനന്ദൻ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതിസന്ധിയുടെ നടുക്കയത്തിലായ MLAക്ക് സഹായ ഹസ്തവുമായി പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യവസായിയായ MA യൂസഫ് അലിയും എത്തുന്നത് എന്നുള്ളത് MLAയും കുടുംബത്തെയും സംബന്ധിച്ച് ആശ്വാസകരമാണ്. തൻ്റെ പെൺമക്കളുടെ 2 പേരുടെയും വിവാഹത്തിനായാണ് സമീപത്തെ സഹകരണ ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. 6 ലക്ഷം രൂപയുടെ ലോൺ 18 ലക്ഷം രൂപയായി മാറുകയും ചെയ്തു. പ്രതിമാസം 50,000 രൂപ അദ്ദേഹത്തിന് MLA അലവൻസ് എന്നുള്ള നിലയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും 28,000 രൂപ സ്വന്തം കാറ് വാങ്ങിയ ലോൺ ഇനത്തിൽ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ശേഷിച്ച തുച്ഛമായ തുക കൊണ്ട് കുടുംബം പുലർത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 5 സെൻറ്റ് മാത്രമുള്ള ഒരു കൊച്ചു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതിനിടയിലാണ് ഈ ദുരിതങ്ങളെല്ലാം ആ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഭവം. ഏതായാലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. സംഗീത, തീർച്ചയായും ലെവിൻ അഗ്ര തന്നെ അതിനെ മനസ്സിലാക്കാം. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.